നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെട്ടിട നികുതി വർധനവിനെതിരെ പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. കുറ്റിലക്കടവ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയ നിരാഹാര സമരം അവസാനിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങൾ തങ്ങളുടെ കടമ നിർവഹിക്കാതാവുമ്പോഴാണ് അഴിമതിക്ക് സാഹചര്യമുണ്ടാവുന്നതെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ്. വിശദമായ വാർത്തകളിലേക്ക്. കെട്ടിട നികുതി വർധനവിനെതിരെ പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പെരിഞ്ഞനം സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് TA ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ സമരം നടത്തേണ്ടത് ഉമ്മൻചാണ്ടിയുടെ വീടിന് മുമ്പിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ സഹോദരന്മാർ ഈ പഞ്ചായത്തിന്റെ 2 ഗേറ്റിലും ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട്. ആദ്യമായി പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐക്കാർ ആദ്യം പഞ്ചായത്ത് ഓഫീസിൽ കയറി കേരള പഞ്ചായത്ത് രാജ് ആക്ടിന്റെ ഭേദഗതി വരുത്തിയത് ആരാണ് എന്ന് ആദ്യം പരിശോധിക്കണം. 2011 പാവപ്പെട്ടവരുടെ പണത്തവനായിട്ടുള്ള ശ്രീ VS അച്യുതാനന്ദന്റെ ഭരണകാലാവധി കഴിയാൻ 2 മാസം നിൽക്കുമ്പോഴാണ് കേരളത്തിലെ പഞ്ചായത്തുകളുടെ വസ്തുനികുതി പുതുക്കിക്കൊണ്ടുള്ള ഗവൺമെന്റ് ഉത്തരവിടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഗവൺമെന്റ് അതിൽ മാറ്റം വരുത്തിയത് എയർ കണ്ടീഷൻ മുറികൾ ഉള്ളവർക്ക് 15% വർധനവ് എന്നുള്ളത് മാറ്റി കേന്ദ്രീകൃത എയർ കണ്ടീഷൻ സംവിധാനമുള്ള കെട്ടിടങ്ങൾക്ക് മാത്രം 15% നികുതി വർധനവ് വരുത്തിയാൽ മതിയുള്ള തീരുമാനമാണ് പ്രധാനമായിട്ടും UDF ഗവൺമെന്റ് എടുത്തത്. DCC എക്സിക്യൂട്ടീവ് അംഗം CC ബാബുരാജ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KF ഡൊമിനിക്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KS പങ്കജാക്ഷൻ, CS രവീന്ദ്രൻ, KN സുകുമാരൻ, CP ഉല്ലാസ്, ഗീതാ മാധവൻ, KV ചന്ദ്രൻ, സരള മോഹനൻ, പ്രദോഷ് എന്നിവരും സംസാരിച്ചു. കുറ്റിലക്കടവ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയ നിരാഹാര സമരം അവസാനിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം OA സുകുമാരൻ നിരാഹാരമിരുന്നവർക്ക് നാരങ്ങാ നീര് നൽകി സമരം അവസാനിപ്പിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ മൃദുല ഗിരീഷ് അധ്യക്ഷയായി. KV രാജേഷ്, EA നവാസ്, PK ആറുമുഖൻ, NK അബ്ദുൽ നാസർ, KD രാഗിന്ദർ, KK സജീഷ് എന്നിവരും സംസാരിച്ചു. രാജ്യത്ത് പല ജനകീയ പ്രശ്നം ഉയർത്തിക്കൊണ്ട് നിരവധി സമാധാനപരമായ സമരങ്ങൾ ഇപ്പോൾ നടന്നു വരിക. നിങ്ങൾ 2 ദിവസം മുമ്പ് ചില മാധ്യമങ്ങളിലും കണ്ടൊരു പ്രധാനപ്പെട്ട വാർത്ത, ഡൽഹിയില് പാചക തൊഴിലാളികൾ ബീഹാറിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നൊക്കെ വന്ന ആയിരക്കണക്കിനായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള പാചക തൊഴിലാളികൾ, സ്കൂളുകളിൽ കുട്ടികൾക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, അവർക്ക് മിനിമം വേതനം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഡോക്ടർമാർ ഉൾപ്പെടെ ആവശ്യമായ ജീവനക്കാരെ ഉടൻ നിയമിക്കുക, രാത്രി സമയങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ പെരിഞ്ഞനം മേഖലാ കമ്മിറ്റി നിരാഹാര സമരം നടത്തിയത്. വെമ്പലൂരിൽ 8 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ റിമാൻഡിലായിരുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. SN പുരം പടിഞ്ഞാറെ വെമ്പലൂർ ഐക്കര കോളനി സ്വദേശി കുഞ്ഞാന്തര വീട്ടിൽ ധനീഷ് എന്ന ധനീഷ് ദാസനെയാണ് മധുരകം SI MK രമേശിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെളിവെടുപ്പ് നടത്തിയത്. വ്യാഴാഴ്ച രാവിലെ ധനീഷിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുത്തു. ഒക്ടോബർ 10-നും അതിനു മുൻപുള്ള ആഴ്ചയിലെ 3 ദിവസങ്ങളിലുമായാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പരിസരവാസിയായ വിദ്യാർത്ഥിയെ മിഠായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കുകയായിരുന്നു. പോലീസ് കേസെടുത്തതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പോലീസ് പ്രതിയെ പിടികൂടുവാൻ ശ്രമിക്കുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാർ കഴിഞ്ഞ ദിവസം പ്രതിഷേധ സമരവും നടത്തിയിരുന്നു. ഇതിനിടെ നവംബർ 7-ന് പ്രതി കൊടുങ്ങല്ലൂർ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയ ശേഷം തൃശ്ശൂരിലെ കോടതിയിൽ ഹാജരാക്കി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ SRVUP സ്കൂളിന്റെയും ബേക്ക് കേരള കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
വെള്ളിയാഴ്ച രാവിലെ 9:30 SRUP സ്കൂളിൽ നടത്തുന്ന ശിശുദിനാഘോഷം എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് അംഗം TK ചന്ദ്രബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ബൈക്ക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MK ജയപ്രകാശ് മുഖ്യ അതിഥിയാകും. ബൈക്ക് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മധുര വിതരണം നടത്തും. PA ജമാലുദ്ദീൻ മാസ്റ്റർ ഉപഹാര സമർപ്പണവും നടത്തും. തുടർന്ന് നടക്കുന്ന ശിശുദിന സന്ദേശയാത്രയ്ക്ക് ബൈക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി MV നവീൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ലഹർ മുറ്റിച്ചൂർ, യൂസഫ് മാസ്റ്റർ, KK ഷൺമുഖദാസ് എന്നിവർ പങ്കെടുത്തു. എടമുട്ടം രാമൻകുളത്ത് അജ്ഞാത രോഗം ബാധിച്ച് 2 ആടുകൾ ചത്തു. പോക്കാക്കിലത്ത് ലൈലയുടെ വീട്ടിലെ ആടുകളാണ് ചത്തത്. ഇതിനു മുമ്പും ഈ വീട്ടിലെ മറ്റൊരാളും അജ്ഞാത രോഗത്തെ തുടർന്ന് ചത്തിരുന്നു. പ്രദേശത്തെ കാരയിൽ സജിയുടെ 2 ആടുകളും കളപ്പുരയ്ക്കൽ പുരുഷോത്തമന്റെ 2ഉം കറുകത്തല നബീസയുടെ 4 ആടുകൾ അജ്ഞാത രോഗത്തെ തുടർന്ന് ചത്തിരുന്നു. ഇതുവരെയും ആടുകൾ രോഗം മൂലം ചത്തൊടുങ്ങുന്നതിന്റെ കാരണം വ്യക്തമായിട്ടില്ല. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM അബ്ദുൽ ഗഫൂർ, 9ാം വാർഡംഗം സുധീർ പട്ടാലി, CPIM ബ്രാഞ്ച് സെക്രട്ടറി അബ്ദുൽ മജീദ് എന്നിവർ ലൈലയുടെ വീട്ടിൽ എത്തിയിരുന്നു. പഞ്ചായത്തിൽ നിന്നും ധനസഹായം ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വാർഡംഗം സുധീർ പട്ടാലി അറിയിച്ചു. അതേസമയം അജ്ഞാത രോഗകാരണം കണ്ടുപിടിക്കണമെന്നും വേണ്ട സർക്കാർ സഹായങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ലഭ്യമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തൃപ്പയാർ ഏകാദശിയോടനുബന്ധിച്ച് നടപ്പാത ലേലം ചെയ്ത് ഭക്തരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയ നാട്ടിക പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്പയാറിൽ പ്രകടനം നടത്തി. BJP നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് CV സന്തോഷ്, ജില്ലാ സെക്രട്ടറി സേവ്യൻ പള്ളത്ത്, മണ്ഡലം സെക്രട്ടറി ലാൽ ഊണുങ്ങൽ, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് KV അരുൺഗിരി, MV വിജയൻ, NS ഉണ്ണിമോൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇടവേള.